ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ള കാളിമാതാ മന്ദിറിൽ ഭണ്ഡാരയ്ക്ക് പോവുകയാണേ. ഭണ്ഡാര എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അമ്പലത്തിലൊക്കെ അന്നദാനം ഉണ്ടാവില്ലേ, അതിനിവിടെ ഭണ്ഡാര എന്നാണ് പറയുക. ഞങ്ങൾ അന്നദാനത്തിന് പോവുകയാണ്. ഇത് ചൊവ്വാഴ്ചയാണ്. ഹനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഹനിയുടെ സ്കൂൾ കഴിഞ്ഞിട്ട് 1:45 ഒക്കെ ആകുമ്പോഴാണ് സ്കൂളിൽ നിന്ന് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണേ. കഴിഞ്ഞോ അറിയില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൻ്റെ അകത്ത് കയറി ദക്ഷിണയൊക്കെ വെച്ചിട്ട് അതിനുശേഷം അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഭണ്ഡാരയ്ക്ക് പോയത്. ഇതാണ് അമ്പലത്തിൻ്റെ അകം. ഇപ്പം നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ അമ്പലത്തിൽ ഓൾറെഡി ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. കളി ഭജൻ ഉണ്ടായിരുന്നു നവരാത്രിയുടെ സമയത്ത്. ആ സമയത്ത് ഭജനന് വേണ്ടി വന്നിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അത് സെയിം അമ്പലമാണ്. അതിനുശേഷം പിന്നെ ഇന്നും ഭജൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഭജൻ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഭണ്ഡാരം നടക്കുന്നത്. അപ്പോൾ ഈ ദിവസം ഇവിടെ നമ്മുടെ നാട്ടിൽ പുനഃപ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നത് പോലെ മൂർത്തി സ്ഥാപനമാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇവർ അന്നദാനം നടത്തുന്നത് അമ്പലത്തിൻ്റെ വകയായിട്ട്. അപ്പോൾ ഇവിടെ പാത്രം നമ്മൾ കഴിഞ്ഞ ദിവസം ഗുരുദ്വാരയിൽ കണ്ട മാതിരി പാത്രം കഴുകി വെച്ചിട്ടുണ്ടാവും, പാത്രവും സ്പൂണൊക്കെ. നമ്മളതെടുത്തിട്ട് പിന്നെ ഭക്ഷണം വാങ്ങിക്കാൻ പോവുക വേണ്ടത്. അപ്പോൾ ഇവിടെ ബൊഫെ മാത്രമേ അവർ വിളമ്പുണ്ടാവും. അങ്ങനെ ഭയങ്കര കുറേ വിഭവങ്ങളൊന്നും ഉള്ളതല്ല. അപ്പോൾ ചോറ്, പൂരി, ജിലേബി, പിന്നെ കടി എന്ന് പറയുന്ന ഇവരുടെ ഒരു ഡിഷ്, പിന്നെ ഉരുളക്കിഴങ്ങും ചനയും കൂടി ചേർന്നിട്ടുള്ള ഒരു സബ്ജി. ഇത്രയുമാണ് ഭണ്ഡാരയ്ക്ക് തരുന്നത്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞു. എന്നാലും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതേപോലെ നിലത്ത് മാറ്റ് വിരിച്ചിട്ട് അവിടെ ഇരുന്നിട്ടാണ് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സൈഡിലൊരു സ്ഥലത്ത് ഇരിക്കാൻ സ്ഥലം കിട്ടിയത് കാരണം ഞങ്ങൾ അവിടെ ഇരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ഫ്രൂട്ട്സ് കടയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഫ്രൂട്ട്സ് കടയിലേക്ക് നടക്കണം. അപ്പോൾ ഇതാണ് അവിടെയുള്ള ഫ്രൂട്ട്സ് കട. വേണ്ടേ? പിന്നെന്താ വേണ്ടേ? ഓറഞ്ച് कैसे दे रहे भैया? 1 किलो दे दो. നമുക്ക് ഫ്രൂട്ട്സും വാങ്ങിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഹനിക്ക് വേണ്ടിയിരുന്നത് ഓറഞ്ചാണ്. ഞങ്ങൾ ഓറഞ്ച് വാങ്ങിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ ആക്ച്വലി വിൻ്റർ തുടങ്ങിയതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സൊക്കെ ഇനി കുറച്ചും കൂടി ചീപ്പായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളൊരു 1 കിലോ ഓറഞ്ച് വാങ്ങിച്ചു. അപ്പോൾ അതിനപ്പോഴത്തേക്കും ഹനിക്ക് ഇളനീര് വേണമെന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.